ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ 9 പ്രകാശനങ്ങളിൽ 4-ാമത്തതാണ് രോഗശാന്തികളുടെ വരം എന്നുള്ളത്. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹീലിംഗ്സ്. വേറൊരുവന് ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 12:9 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇതെന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്താലുള്ള രോഗശാന്തിയും രക്ഷയും യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 5:14-15 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരുവൻ രോഗിയായി തീരുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവിടെ കാണുന്ന വിശ്വാസം മൂപ്പന്മാരുടെ വിശ്വാസമാണ് പ്രധാനമായിട്ട്, രോഗിയുടേതല്ല. മൂപ്പന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സഭയിൽ രോഗശാന്തി ഉണ്ടാകുവാൻ വിശ്വാസികളുടെ വിശ്വാസക്കുറവോ കൂടുതലോ ആധാരമാക്കി ആയിരുന്നില്ല എന്നാണ് നമുക്കത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ നിയമ രേഖകളില് സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും സൗഖ്യം പ്രാപിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. വിശുദ്ധന്മാർക്ക് പോലും അവരുടെ ശരീരത്തിൽ പല രോഗങ്ങളും പേറി അവർ നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12:7-9 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ ശരീരത്തിൽ ഏതോ ഒരു മാരകമായ രോഗമുണ്ടായിരുന്നു. അത് വിട്ടുമാറേണ്ടതിന് താൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് തന്നോട് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് താൻ പറയുവാനിടയായി തീർന്നത്. അപ്പോൾ തന്നെ പൗലോസ് പ്രാർത്ഥിക്കുകയും പൗലോസിന്റെ ശരീരത്തിൽ കിടന്ന റൂമാലൂഥിരിയോ ഒക്കെ മറ്റുള്ളവരുടെ മേൽ കൊണ്ടിട്ടപ്പോൾ പോലും രോഗികൾ സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇത്രയും ആ ഒരു വിശുദ്ധനായ മനുഷ്യൻ, ഏതാണ്ട് 14 ഈടുറ്റ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തി, തന്റെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി താൻ 3 തവണ അത് നീങ്ങിക്കിട്ടേണ്ടതിന് പ്രാർത്ഥിച്ചെങ്കിലും അത് കർത്താവ് തനിക്ക് നൽകിയതായ ഒരു ശൂലമായിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് ആ ഒരു ശൂലമുണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തീമോത്തിയോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്റെയും ശരീരത്തിൽ ഒരു അജീർണനം ഉണ്ടായിരുന്നു. അതും മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. 1 തീമോത്തിയോസിന്റെ ലേഖനം 5:23 അത് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തൊഫ്രിമോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്റെയും അഥവാ പൗലോസിനോട് കൂടെ താന് സഞ്ചരിച്ച വ്യക്തിയാണ്. എന്നാൽ പിന്നത്തേതിൽ മിലേത്തേതിൽ തന്നെ വിട്ടിട്ട് പോകേണ്ടതായിട്ട് വന്നു എന്നാണ് നമുക്ക് തീമോത്തിയോസിന്റെ ലേഖനം 4:20 കാണുവാനായിട്ടും കഴിയുന്നത്. അതേപോലെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു എന്നാണ് ഫിലിപ്പിയ ലേഖനം 2:27 തന്നെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നാം ചിന്തിക്കുമ്പോൾ ആത്യന്തികമായി എല്ലാ വിശുദ്ധന്മാരും സമ്പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നത് കർത്താവിന്റെ വരവിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന സത്യം. അന്ന് ആ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ബലഹീനമായത് ശക്തിയെയും പ്രാപിക്കും. മരണം നീങ്ങി ജയം പ്രാപിക്കുകയും കർത്താവ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും എന്നാണ് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15 മറ്റുമായി കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ രോഗശാന്തികളുടെ വരം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിൽ നമുക്ക്
കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്താൽ എടുക്കുന്നവരുടെ മേലും അത് പകരപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാം. എന്തു തന്നെയായിരുന്നാലും രോഗിയെ സൗഖ്യമാക്കുവാൻ ദൈവം ശക്തനാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ശുശ്രൂഷയിൽ ഒന്നുകൂടി ശോഭിക്കേണ്ടതിന്, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ദൈവം അയക്കുന്ന ചില ശൂലം അത് ചിലപ്പോൾ വിടുതൽ ലഭിക്കണമെന്നും ഇല്ല എന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ദൈവത്തിൻ കരങ്ങളിൽ ഏൽപ്പിക്കാം. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമീശു താൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമീശു താൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. വ്യാധിപീഡയാൽ വലയും മർത്യഗണത്തിൽ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. വ്യാധിപീഡയാൽ വലയും മർത്യഗണത്തിൽ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തനിക്കായി. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തനിക്കായി. പീഠമിന്റെ വൈദ്യശാലയാം ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി.